ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ. 10 മണിക്ക് ഫ്ലൈറ്റിന് 8 മണിക്കെങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തണം. 8 മണിക്ക് എയർപോർട്ടിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരണം. 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരണം എന്നുണ്ടെങ്കിൽ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങണം. 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ 6:45 നമ്മൾ റെഡി ആവണം. 6:45 നമ്മൾ റെഡി ആവണം എന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കെങ്കിലും നമ്മൾ എണീക്കണം. അങ്ങനെ 6 മണിക്ക് എണീറ്റ് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. എനിക്ക് ഇന്നലെ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ. ഞാൻ ഓൾറെഡി എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ഇതിൽ എക്സൈറ്റഡ് ആവുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ എന്നാലും മാൽദീവ്സ് ഞാൻ എന്താ പറയാ, കുറെ റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ട അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. ഞാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു ഡെസ്റ്റിനേഷനാണ്. സോ അങ്ങോട്ട് പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും വിഷ്ണുവിനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനും അമ്മയും അച്ഛനും യുവിയും വിഷ്ണുവും കൂടെ മാൽദീവ്സിലോട്ട് ട്രാവൽ ചെയ്യാണ്. ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് ആറ്റുനോറ്റ് ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. അമ്മേനെയും അച്ഛനെയും കൊണ്ടുപോകണം എന്നുള്ളത് അവിടെയുള്ള സമയത്തെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. സോ ഗ്രേറ്റ്ഫുൾ അതിപ്പോൾ ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ മാൽദീവ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. ഇഷ്ടം പോലെ വ്ളോഗ് മാൽദീവ്സിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാൽദീവ്സ് കാണിക്കുന്നതിനേക്കാളും ഞങ്ങൾ മാൽദീവ്സിൽ പോകുന്നത് കാണിക്കാനായിരിക്കും എനിക്ക് കൂടുതൽ പറ്റുക. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തന്നെ മലയാളീസ് പ്രഹസനം. യുവാൻഷി ഇന്നലെ നന്നായി ഉറങ്ങിക്കുന്നു കേട്ടോ. ഇന്നലെ ഗുഡ് സ്ലീപ്പിലായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് അവനെ വിളിക്കാമെന്ന് വിചാരിച്ചു. കൊതു കടിച്ച പാട് കണ്ടോ, ഇപ്പോഴും ഉണ്ട് മുഖത്ത്, പാവം. ഞാനും വിഷ്ണു റെഡിയായി. ഇനി യുവിനെ റെഡിയാക്കട്ടെ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്ലൈറ്റിലെ ഡ്രസ്സല്ലേ അതന്നെ ഞാൻ ഇടുന്ന കേട്ടോ. ഇത് ഭയങ്കര സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. ചില ഡ്രസ്സിനോട് നമുക്കൊരു പ്രേമം തോന്നുമല്ലോ, ഇട്ടാ ഊരാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. അപ്പം ഇനി യുവിനെയും കൂടെ റെഡിയാക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അമ്മയും അച്ഛനും അപ്പുറത്തെ റൂമിൽ റെഡിയായിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അവരെപ്പോഴും എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു മണിക്കൂർ മുന്നേ റെഡിയാകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ റെഡിയാണ്. അമ്മ ഒരു പൊട്ടിനും അങ്ങനെ 2 പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടല്ലേ. യുവിനെ നമ്മൾ 2 തവണ ഡ്രസ്സ് മാറ്റി. അങ്ങനെ ഒരു തവണ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ലീക്ക് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2ാമത്തെ ഡ്രസ്സ് മാറ്റി. അച്ഛൻ റെഡി ആയി എത്തിയിട്ടുണ്ട്. അമ്മയും അച്ഛനും ഒരു മണിക്കൂർ മുന്നേ റെഡി ആയി വെയിറ്റ് ചെയ്തിരുന്നു നമ്മൾ. പക്ഷെ നമ്മൾ ഓൺ ടൈം അല്ല, 10 മിനിറ്റ് റെഡി ആയിട്ടുള്ളൂ. ലേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എവിടെ അമ്മ ഉണ്ടായിരുന്നല്ലോ അവിടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് ഇറങ്ങുന്നു. വരുമ്പോൾ നല്ല നീണ്ട മുടിയുള്ള കുട്ടിയായിരുന്നു. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് മുടി അങ്ങോട്ട് സ്പ്രിങ് പോലെ ചുരുട്ടു. എന്തായാലും ഈ ഹ്യൂമിഡിറ്റി ഡിഫറൻസ് കാരണം നമ്മുടെയൊക്കെ മുടി അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോല് പോലെയാവും. ഇവിടെ വരുമ്പോൾ ചുരുളൻ മുടിയാ. ഞാൻ സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഓപ്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സാമ്പാർ ഒഴികെ. പക്ഷെ സമയം പരിമിതമായതുകൊണ്ടും യുവി കാര്യമായിട്ട് ഉറങ്ങാത്തതുകൊണ്ടും ഞാൻ ഈ കാണുന്ന ഇഡ്ഡലി, വെള്ളപ്പം, സ്റ്റൂ അതിലെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചു. പിന്നെ എയർപോർട്ടിനോട് അടുത്ത ഹോട്ടലിലാവുകൊണ്ട് തന്നെ ഇവിടുന്ന് എയർപോർട്ട് ഷട്ടിലുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് ക്യാബ് വന്ന് നമ്മളെ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യും. നമ്മുടെ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് തീർന്ന സ്ഥിതിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ പോയി പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയാൽ മതി. ഇന്ത്യൻ എയർവേസിലാട്ടോ പോണത്. അപ്പോൾ അത് എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഇല്ല, ആഴ്ചയിൽ ചില ദിവസങ്ങളിലേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കൊച്ചിയിൽ നിന്ന് നമുക്ക് പറ്റുന്ന ടൈമിനൊക്കെ ആ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഇൻഡിഗോ ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും ടൈമിങ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് മാൽദീവൻ എയർവേസിൻ്റെ ആയിരുന്നു. മെക്സിക്കോണോ മാൽദീവൻ എയർവേസിൽ കയറാൻ അങ്ങനെ നമ്മൾ ഇറങ്ങായി. എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നത് അറിയോ, ഒന്നുമില്ല, എവറിത്തിങ് ഇസ് ക്ലീൻ. കാരണം ഒരു 4 തവണ ചെക്ക് ചെയ്തിരിക്കുന്നത്, 5ാമത്തെ തവണ. അപ്പോൾ ഇന്ന് അമ്മ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ ഓൺ ടൈം റെഡിയാണ്. 7:55 നമ്മൾ താത്തയ്ക്ക് പോവാണ്. വളരെ പല ആൾക്കാർക്കും ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും ഓൺ ടൈം റെഡി ആവുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. ഭയങ്കര എഫേർട്ട് എടുത്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2 മിനിറ്റ് ഉണ്ടാവുള്ളൂ റോഡ് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഹോട്ടൽസ് നിന്നൊക്കെ നമുക്ക് എയർപോർട്ട് ഡ്രോപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ സാധാരണ എയർപോർട്ടിൽ കാണുന്നതിനേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ടെൻഷൻ തോന്നി. സെക്യൂരിറ്റി ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സ്ക്രാച്ചസ് ഒന്നും വരാത്തത് കാരണം ഒന്ന് റാപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ അൽക്ക വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖം കാണിച്ചോളൂ ഒരു വെറൈറ്റി. അൽക്ക വന്നു കഴിഞ്ഞപ്പോൾ പെട്രോൾ മുകളിലിടുന്നൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, ഒരു ട്രാൻസ്പെറന്റ് കവർ പോലെ, നല്ലതായിരുന്നു. അത് ആമസോണിലൊക്കെ നമുക്ക് സ്ക്രാച്ചസ് വരാതിരിക്കാൻ നല്ലതായിരിക്കും. ഞാൻ വാങ്ങിയത് ആമസോണിൽ. ഞാൻ വാങ്ങിയത് ആ പെട്ടിക്ക് സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടായിരിക്കുമല്ലോ, മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്. പക്ഷെ
ഭയങ്കര വേരിയേഷൻസ് ഉണ്ടാവും. ആ പക്ഷെ അതിലും സ്മോളിൽ തന്നെ 1-2 മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും തോന്നുന്നു. അപ്പൊ അത് വെച്ച് വാങ്ങിയാൽ ഈ റാപ്പിംഗ് നമുക്ക് ഒഴിവാക്കാം. ഇത്തവണ നമുക്ക് 20 kg ചെക്കിനും 7 kg ഹാൻഡ് ബാഗേജും ആണേ. ഹാൻഡ് ബാഗേജ് ഇത്തവണ നമ്മൾ എടുത്തിട്ടില്ല. ചെക്കിൻ 20 kg, വിഷ്ണുവിന് 30 kg ഉണ്ട്, കാരണം ഇവൻ്റെ ഒരു 10 kg കൂടെ ഞാൻ എടുത്തു. ഇതൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നേ. നമ്മൾ ഡ്യൂട്ടി ഫ്രീയിൽ ഇവിടെ ചുമ്മാ നടക്കുന്ന സമയത്ത് ഇവരെല്ലാം യുവിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യുവി ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എൻ്റെ പഴയ സ്വഭാവം തോന്നുന്നു. കുറച്ച് പുതിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ നിന്ന് ഇന്റർനാഷണൽ എടുക്കുന്നത് അല്ലേ? അതെ, ഫസ്റ്റ് ടൈമാണ്. വിഷ്ണു എടുത്തിട്ടുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി കഴിഞ്ഞു, ചെക്ക് ഇൻ കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. എല്ലാ തവണയും ഞാൻ ഇന്റർനാഷണൽ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ചുമ്മാ ഇവരെല്ലാവരും ഇരുന്നിട്ട് പറയായിരുന്നു കേട്ടോ, ഐശ്വര്യൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ കുറച്ച് എന്റർടൈനിങ് ആയിരിക്കും എന്നുള്ളത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഇടയിൽ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് അമ്മ വേറെ ഫ്ലൈറ്റ് പോവാണ്. അങ്ങനെ വേണമെന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ കൊച്ചിയിൽ നിന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. കൊച്ചി വിട്ടാലാണ് എനിക്ക് പ്രശ്നം. ചിലതിനിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവാതെ അവസാനത്തെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റംസ് പിടിക്കുക. പക്ഷെ കസ്റ്റംസ് പിടിക്കുക, എക്സ്പ്ലോഡിങ് ഐറ്റം ബാഗിലുണ്ടെന്ന് പറയും. ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പറയുമ്പോൾ അത്ര അധികമൊന്നും ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കേ മെയിൻലി ഉള്ളൂ. പക്ഷെ അതിലൊക്കെ കിട്ടേണ്ട എക്സ്പീരിയൻസ് ഒക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. എക്സൈറ്റഡ് ആണോ? എന്താണോ എനിക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര, നമ്മളിങ്ങനെ ഭയങ്കര ഡ്രീമി ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ കാണാൻ വേണ്ടിട്ട് മാൽദീവ്സ്. വിഷ്ണു പറയാൻ ഞാൻ എല്ലാ ചെറിയ കാര്യത്തിനും എക്സൈറ്റഡ് ആകുന്നു. പക്ഷെ അതാണല്ലോ നമ്മുടെ ലൈഫിന്റെ ഒരു ഫ്യൂൽ. അപ്പോൾ ഇത്തവണ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ എക്സൈറ്റ്മെന്റ് തുടങ്ങുന്നതിന്റെ മുന്നേ ഇവിടെ ഡൈപ്പർ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം അവനെ കുറച്ച് ഫ്രീ ആയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ഫീലിംഗ് ആണെന്നറിയോ. ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ എനിക്ക് ചളിപ്പ് തോന്നും. നമ്മൾ പറയുന്ന എല്ലാവരും ഇങ്ങനെ കേൾക്കില്ലേ, വിഷ്ണുവിനോട് കുറച്ച് മെല്ലെ പറയാനൊക്കെ പറയും. പക്ഷെ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തോന്നാറുള്ള കാര്യം, നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്യണേൻ്റെയും ഒക്കെ ഒരു പറയാനുള്ള ഫ്ലോ അങ്ങോട്ട് പോയി പറഞ്ഞു നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, ആൾക്കാർ ഇഷ്ടമാണെന്ന് പറയുക. അതൊക്കെ എൻ്റെ ജോലിയിൽ വളരെയധികം നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് യുവിയെ ഞാനൊന്ന് ഫ്രഷ് ആക്കട്ടെ. നടന്ന് നല്ല ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിക്കുകയാണ്. നല്ല ലൈറ്റിങ് കേട്ടോ, എടുക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. പിന്നെ ആരും ചുറ്റുമില്ലാത്തത് കാരണം എനിക്കിപ്പോൾ എന്താണെങ്കിലും അങ്ങോട്ട് പറയാം. കാരണം എനിക്കെന്തും പറയാം തന്നെ. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആൻഡ് സർപ്രൈസ്ഡ് ആണ് ഇവിടുത്തെ ഫീഡിംഗ് റൂം കണ്ടിട്ടുണ്ടോ. അവരുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ടോയ്ലറ്റും ഫീഡ് ചെയ്യാനുള്ള സൗകര്യം ഡയപ്പർ സ്റ്റേഷനും എല്ലാം ഉണ്ടെന്നുള്ളത്. ശരിക്കും അടിപൊളിയുണ്ടല്ലോ വിഷ്ണു. ഇവിടെ തിരക്കിപ്പോ ഭയങ്കര കുറവായത് കാരണം വിഷ്ണുവിന്റെ കരം തുറന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല രണ്ടുപേരെയും കൂടെ അവർ സമ്മതിക്കുമെന്ന്. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. വെരി ഇംപ്രസ്ഡ്. ഇവിടെ നമുക്ക് ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്. ഈ പ്രൊഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഡിസ്പ്ലേ സോണാ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്നിട്ടേ ഒരു ആഗ്രഹം കാരണം ഹിമാലയുടെ കുറച്ച് പ്രൊഡക്ട്സ് ഒന്ന് വാങ്ങി നോക്കിയത്. കാരണം നല്ല സ്മെല്ലല്ലേ. പക്ഷെ ഇവരുടെ സ്കിന്നിൽ ഹിമാലയുടെ പ്രശ്നമല്ല, വെതറും കൂടെ മാറിയതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മള് വെളിച്ചെണ്ണയ്ക്ക് തന്നെ തിരിച്ചു മാറി. നമുക്ക് ചേഞ്ച് ചെയ്യുന്ന മാറ്റർ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് ഡയറക്റ്റ്ലി പിള്ളേരെ കടത്താതിരിക്കും നല്ലത്. കാരണം ഇവിടെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു ലെയർ വന്നിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുമല്ലോ. അങ്ങനെ ഇവിടെ ടിഷ്യൂസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ അടിപൊളിയാണോ. ഇതാട്ടോ ഇവിടുത്തെ ഫീഡിംഗ് റൂം. ഒന്നും കൂടെ ഞാൻ കാണിക്കുകയാണെങ്കിൽ 2 സോഫയുണ്ട്, ഡയപ്പർ സ്റ്റേഷൻ ഉണ്ട്, ഒരു വാഷ് ബേസിൻ ഉണ്ട്. അടിപൊളിയാണ്. ഒരു രസമുള്ള കാര്യം പറയട്ടെ, നമുക്ക് ഇവിടുന്ന് 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. മാൽദീവ്സിലെ സമയം എത്ര മണിക്കാണ് നമ്മൾ എത്തുന്നതെന്ന് അറിയോ? 11 മണി. ഹൈവാ, എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ മണ്ടത്തരം വിളിച്ചു പറയുന്നത് നോക്കിക്ക്. മാൽദീവിയൻ സമയം ശരിക്കും നമ്മുടെ ഇന്ത്യൻ ടൈമിൽ നിന്ന് അരമണിക്കൂർ പിന്നിലോട്ടാണ് കേട്ടോ. അതായത് 11 മണിക്ക് കയറിയിട്ട് 11 മണിക്ക് നമ്മൾ മാൽദീവ്സിലെത്തും. 1 മണിക്കൂർ ബാക്കിലാണ് മാൽദീവ്സിലെ സമയം. അപ്പൊ അതുകൊണ്ട് വലിയ റെസ്റ്റിൽ വിഷ്ണുക്ക് പറഞ്ഞായിരുന്നു. അതന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പില്ലാതെ. വാട്ട് ഇസ് ദിസ് മാൻ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇത്തവണ ഒരു ചിന്തയും ഒരു കാര്യവും വേണ്ട. കാരണം നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴിയാണ് പോണേ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയൊക്കെ ബുക്ക് ചെയ്തു, ടിക്കറ്റ് ബുക്കിംഗ്, വിസ കാര്യങ്ങളെല്ലാം അവരെ ഹാൻഡിൽ ചെയ്യണം. അവർ പറഞ്ഞ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്നല്ലാതെ വേറൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റ് ഹോളിഡേയ്സിന് എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ബാലി, വിയറ്റ്നാം, മാൽദീവ്സ്, ദുബായ് ഒക്കെ ആയിരുന്നു. അവിടെയൊക്കെ അവർക്ക് അവരുടെ തന്നെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഈസിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ സോ ഫാർ സോ ഗുഡ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു കംപ്ലീറ്റ് നമ്മുടെ ട്രിപ്പ് കഴിയുമ്പോഴാണ് ഫുൾ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. കൂടെ ചോദിക്കാൻ ബാക്കിയുള്ളൂ, അച്ഛൻ എക്സൈറ്റഡ് ആണോ ട്രിപ്പിന്? അപ്പൊ കൂട്ടത്തിൽ എക്സൈറ്റഡ് അല്ലാത്ത വിഷ്ണു മാത്രമേ ഉള്ളൂ. തിരക്കേടിൽ എത്തിയിട്ട് നോക്കാം. ഇത് ചെറുപ്പം തൊട്ട് എങ്ങനെയായിരുന്നു അമ്മ? നമുക്ക് ക്യാമറ എടുക്കാൻ സമ്മതിക്കില്ല വാങ്ങിക്കുന്നത് ആണോ? അമ്മ പറയും ജനിച്ചതേ മെച്യൂരിറ്റിയും കൊണ്ടാണ്. ഡൽഹി പോയിട്ട് ട്രിപ്പ് പോയപ്പോഴോ? വെരി ബോറിംഗ് വിഷ്ണു. എന്റെ കല്യാണത്തിന് മുന്നേ അറിയായിരുന്നെങ്കിൽ ഒന്നും കൂടെ ചിന്തിച്ചത്. അപ്പൊ നിങ്ങൾ എവിടെ പോയപ്പോ? സ്ഥലം കാണാൻ പോയപ്പോ കാർ കിടന്നുറങ്ങി. മാലിയിലോട്ടുള്ള ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. മാൽദീവ്സിലെ മാലിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. മാൽദീവ്സിൽ ഒറ്റ എയർപോർട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. എനിക്കറിയില്ല ശരിയാണ്, എല്ലാം നമ്മുടെ തോന്നലാണ്. കഴിഞ്ഞ തവണ നമ്മൾ മറന്ന സംഗതി ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ കാർ സീറ്റ് നമുക്ക് കവറിലാക്കാം. സ്ട്രോളറിന് വേറെ കവർ ഉണ്ടായിരുന്നു, അത് കൊണ്ടുവരാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് കാർ സീറ്റിംഗ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഞാൻ ഇനി സ്ലിങ് ഇട്ടിട്ട് അവനെ എടുക്കട്ടെ. നമ്മളിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കാർ സീറ്റും അതേപോലെ തന്നെ വീൽസും നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യും. ആദ്യം പറഞ്ഞ ഒരു ബെൽറ്റിലാണ് നമുക്കത് വരിക എന്നുള്ളത്. പക്ഷേ നമുക്ക് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തോ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു തന്നു. യുവിക്ക് ഇപ്പം ഇങ്ങനെ ചെയ്തിട്ട് ശീലമില്ലാഞ്ഞിട്ട് അത് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ബോർഡ് ചെയ്യാൻ നേരത്ത് സ്ട്രോളർ അവിടെ ലീവ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ അപാരമാണ് കേട്ടോ. പല ആൾക്കാരും പലതാ പറയുക. അവിടെ വെക്കൂ, ഇവിടെ വെക്കൂ, ബെൽറ്റ് കിട്ടും, ഇറങ്ങുമ്പോൾ കിട്ടും, അങ്ങനെ പല കൺഫ്യൂഷനാണ് ഇത്തവണ. ഫ്ലൈറ്റിലധികം മാൽദീവിയൻസ് ആട്ടോ. മാൽദീവ്സിലേക്ക് പോകണ ഫ്ലൈറ്റിലധികം മാൽദീവിയൻസ് ആവുമല്ലോ അല്ലേ. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കൊച്ചിയിൽ വരാറുണ്ട് എന്നാണ് ഞാനിങ്ങനെ കേട്ടത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. കാരണം 1 മണിക്കൂർ ഫ്ലൈറ്റല്ലേ ഉള്ളൂ, എടുക്കുമ്പോഴേക്ക് താഴാനായിട്ടുണ്ടാവും. ഞാൻ പൊതുവേ ഇങ്ങനെ എന്താ പറയുക പുറം കാണുന്ന രീതിയിൽ ഇരിക്കാറില്ല, എനിക്ക് കുറച്ച് പേടിയാണ്. പക്ഷെ ഇത്തവണ കടലൊക്കെ കാണാമെന്നുള്ളൊരു രസത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. യുവി നല്ല ഉറക്കം. ഈ ഒരു പാക്കറ്റിലുള്ള പെർഫ്യൂം വെറ്റ് ടിഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ച്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ഉപ്പമാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെ പെർഫ്യൂംഡ് ആയിട്ടുള്ള വെറ്റ് ടിഷ്യൂ പാക്കറ്റിൽ കൊണ്ടുവരും. അത് 1 or 2 കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഒരു തവണ പുറത്തെടുത്ത് തുടച്ച് മണത്ത് നോക്കിയത് ആ പാക്കറ്റിൻ്റെ അകത്ത് തന്നെ ഒളിപ്പിച്ച് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോൾ കുറേ ഇത് കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്തു. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയായി. നമ്മൾ നാട്ടിലോട്ട് വന്നിട്ട് ഇവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ടേക്ക് ഓഫിൻ്റെ സമയത്ത്, ഇവന് ചെവി വേദനിക്കില്ലേ എന്നുള്ളതൊക്കെ. പിന്നെ അതിൻ്റെയൊക്കെ ഒരു റിതം 1-2 ഫ്ലൈറ്റൊക്കെ എടുക്കാൻ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്തവണ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1 മണിക്കൂർ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊട്ടും വിശപ്പില്ലാത്തത് കാരണം ഞാനും യുവിയും സുഖമായി കിടന്നുറങ്ങി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ആലോചിക്കായിരുന്നു, മുഖത്ത് കിട്ടിയ 2 കൊതുവിൻ്റെ കുത്തില്ലേ, എന്ത് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിലും കാണുന്നതാണ്. നമ്മൾ രണ്ടുപേരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴും വിഷ്ണുവിൻ്റെ സ്ഥിരം ഗെയിം പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാനായി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കുറേ കുട്ടി കുട്ടി ഐലൻഡ്സ് നമുക്ക് കാണാം. മാൽദീവ്സ് എന്ന് പറയുന്നത് 1400+ ഐലൻഡ്സ് വരുന്ന ഒരു കൺട്രിയാണ്. പല ഐലൻഡ്സും പ്രൈവറ്റ് ഐലൻഡ്സ് ഒക്കെയാണ്. പക്ഷെ എന്നാലും 1400 കൂടുതൽ ഐലൻഡ്സ് മാൽദീവ്സിലുണ്ട്. ഇതെനിക്ക് ഭയങ്കര ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു, 1400 ഐലൻഡ്സ് എന്നുള്ളതൊക്കെ. നമ്മളങ്ങനെ ലാൻഡ് ചെയ്തു. ഇത്തവണയും സ്ട്രോളർ പ്രശ്നമാണ്. കാരണം നമ്മൾ സ്പെഷ്യലി പറഞ്ഞായിരുന്നു ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. ആൻഡ് വിഷ്ണു അതിനു വേണ്ടി കുറെ ഓടിയത് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ ബെൽറ്റ് കിട്ടുന്നാണ് പറയുന്നത്. ടാഗൊക്കെ സ്പെഷ്യൽ കിട്ടിയായിരുന്നു. എന്നിട്ട് ഇപ്പോഴും നമുക്ക് ബെൽറ്റിൽ തന്നെ കിട്ടുള്ളൂ എന്നാണ് പറയണത്. ഇവൻ ഉറങ്ങി എൻ്റെ കയ്യിലിരിക്കുക. അതെ, ഇവിടുത്തെ വെള്ളത്തിന്റെ അതേ കളറാണ് അവര് കാർപ്പറ്റ് യൂസ് ചെയ്തിട്ടുള്ള. ഇവിടെ കണ്ടോ, വെള്ളത്തിന്റെ അതേ കളറാണ് അവർ ഫ്ലോർ ചെയ്തിട്ടുള്ളത്. വീണ്ടും അതും പല ഇതിന്റെ ഷെയ്ഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു ചിന്ത. ഇമിഗ്രേഷൻ കഴിഞ്ഞു. പിന്നെ ഇറങ്ങാൻ നേരത്തെ അവരൊന്നും കൂടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടായിരുന്നു. ബുദ്ധിമുട്ടുള്ളതൊന്നും ബാഗിലില്ലല്ലോ എന്നുള്ളത്. അത് എത്തവണ പ്രശ്നം ഉണ്ടായില്ല. അതേ പറഞ്ഞു, കൊച്ചിയിൽ നിന്ന് കയറുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ ഹെൻസ് പ്രൂവ് ചെയ്തിരിക്കുന്നു. കൊച്ചിയിൽ നിന്നായിരിക്കും ഞാൻ കയറുന്നത്. പിന്നെ ഇവിടെ 90 days വിസ കേട്ടോ.
പിന്നെ പിന്നെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ 90 days വിസയാണ്. ഇവിടെ വന്ന ഓൺ അറൈവൽ വിസയാണ്. പ്രത്യേകിച്ച് നമ്മളതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇമിഗ്രേഷൻ്റെ അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു വിസയും കൂടെ ഇൻക്ലൂഡഡ് ആണ് അതിൽ. അപ്പോൾ ഇനി 90 ദിവസം വേണം കൂടെ നിൽക്കാം. അതെ, ഒരു പ്രാവശ്യം കൂടെ വരാൻ പോയിട്ട് വേണമെങ്കിൽ. പക്ഷെ എക്സ്പെൻസ് ഒന്നും ഇല്ല വിസ എടുക്കാൻ. ചുമ്മാ വന്നാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ഈ വന്ന ഒറ്റയ്ക്ക് 90 days നിൽക്കണം, അത്രേ ഉള്ളൂ. അടുവിന് വയ്യാത്തവരും വെയിറ്റ് എടുക്കാൻ പറ്റാത്തവരും ആളുടെ എണ്ണം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ രണ്ട് സിയാറ്റിക്ക ടീമുണ്ട് ഇവിടെ. പിന്നെ ഞാനൊരു C-section ടീമുണ്ട്. തൽക്കാലം വെയിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത അച്ഛനുണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്നും ഒട്ടും വെയിറ്റ് എടുക്കാൻ, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്ന അവസ്ഥ എത്തും. നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് തന്നെ വെയിറ്റ് എടുക്കേണ്ടി വരും അല്ലേ? പക്ഷെ വിഷ്ണുവിനൊക്കെ എപ്പോഴും ചെറുതായിട്ടൊക്കെ കുറച്ച് വെയിറ്റ് എടുത്ത ഒരു ഞെട്ടൽ വരാറുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് ലൈഫ് ലോങ് മെയിൻ്റനൻസ് ആവശ്യമാണ്. റോളർ എടുക്കാൻ വേണ്ടി പോവാണ്. വേറെ തന്നെ ഒരു ബെൽറ്റിലാട്ടോ അത് വരുന്നത്. അവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ആ കവറും കണ്ടോ. ഞാനിപ്പോൾ ഐഫോണിൽ 5X ഇട്ടിട്ട് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ അധികം മാത്രം ഉപയോഗിക്കാറില്ല, കാരണം കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂ വരുമല്ലോ വീഡിയോയ്ക്ക്. പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇല്ലേ. ഇവന്റെ കാർ സീറ്റിന്റെ അകത്ത് ഒരു പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുഞ്ഞ് പിള്ളേർക്ക് ഇരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അത് നമ്മൾ റിമൂവ് ചെയ്യണം കുറച്ച് വലുതാവുന്നതിനനുസരിച്ചിട്ടെന്ന്. അത് മാറ്റിയപ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടിയത് അതിൻ്റെ അകത്ത് ഇരിക്കാൻ. മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി എയർപോർട്ട് കേട്ടോ. ഇവിടെ ഇതിപ്പോൾ എന്താ പറയുക, ടോയ്ലറ്റാണ്, വാഷ്റൂമാണ്. നല്ല അടിപൊളി ടോയ്ലറ്റ്. എല്ലാ സ്ഥലവും നല്ല നീറ്റാണ്, നല്ല ഓർഗനൈസ്ഡ് ആണ്. വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ടാപ്പിൻ്റെ സൈഡിൽ ഞാൻ ഹാൻഡ് ഡ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും റൈറ്റിലുള്ളത് സോപ്പ്, പിന്നെ വെള്ളം, പിന്നെ അതെ ഇത് ഇവിടെയാണ് നമ്മൾ കൈ ഡ്രൈ ചെയ്യുന്നത്. പറയാൻ മറന്നു, ഈ ഒരു ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. നവംബർ 14 എൻ്റെ ബർത്ത്ഡേ ആണ്, നവംബർ 15 അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതും കൂടെ ഒരു റീസൺ ആണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വരാമെന്ന് ചിന്തിച്ചാലോ കേട്ടോ. നമ്മൾ ലഗേജ് എല്ലാം കളക്ട് ചെയ്തു. UV ഓൾ സെറ്റ് ആണ്. നമ്മളിനി റിസോർട്ടിലോട്ട് പോവുകയാണ്. എവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്? വില്ല നോട്ടിക്ക. ഇത്തവണ വിഷ്ണുവിന് എനിക്ക് പണി ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാം ബഡ്ജറ്റ് ഹോൾഡേഴ്സ് ചെയ്ത് കാരണം നമുക്കിനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഹോൾഡേഴ്സിന് തന്നെ ആൾക്കാർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അവർ നമ്മളെ ഇവിടെ ഹോട്ടൽസിന്റെ കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. വിഷ്ണു ആണ് ബാക്കി കാര്യങ്ങൾ അവർ ഡീൽ ചെയ്തിട്ടോ. വിഷ്ണുവിനെ പറഞ്ഞുതരും. ഒന്ന് പറയൂ എങ്ങനെയാണെന്നുള്ളത്. അല്ല, നമുക്ക് സാധാരണ ഇവിടെ വന്നാൽ എല്ലാ ഹോട്ടലിലും കൗണ്ടർ ഉണ്ട്. സാധാരണ ഇവിടെ വന്നാൽ എല്ലാ ഹോട്ടലിലും കൗണ്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി വാട്ടർ ബില്ല് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ കൗണ്ടേഴ്സ് എത്തുന്നത്. വാട്ടർ ബില്ല് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടേഴ്സിൽ പോയി പറഞ്ഞാൽ നമ്മളവർ ഹോട്ടലിലേക്ക് എത്തിക്കും. വയ സ്പീഡ് ബോട്ട് ഓർ എന്താണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വെച്ചാൽ അങ്ങനെ ചെറിയൊരു ഫ്ലൈറ്റ് കൊണ്ട് ഞാൻ കേട്ടു. അപ്പം ഈ കേസിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് ത്രൂ ചെയ്തുകൊണ്ട് അവരുടെ ഒരു എന്താ പറയുക എംപ്ലോയി വന്നിട്ട് നമ്മൾ ആ കൗണ്ടറിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം വന്നിട്ടുണ്ടോ വരുമായിരിക്കും. പിന്നെ ഞാനുണ്ടല്ലോ ഇതിന് 2 കാര്യമൊക്കെ പറയാനുള്ളത്. ഒന്ന്, വിഷ്ണുനോട് പറയാൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് പോണതാണ്. പിന്നെ 2, എന്തൊരു ശബ്ദമുള്ള മനുഷ്യനാണെന്നറിയോ. വീട്ടിൽ വർത്താനം പറഞ്ഞെങ്കിൽ ചെവി പൊളിഞ്ഞു പോകും. ഇതിപ്പോൾ ക്യാമറ ഉണ്ടാ സ്വകാര്യം പറയാം. ഞാൻ ഒട്ടിക്കുന്ന ആൾക്കാർ വരുന്നൊക്കെ. എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്തപ്പോൾ കാണുന്നത് എന്താന്ന് കാണിച്ചിട്ട് എന്ത് രസമല്ലേ വെള്ളം കാണാൻ. ഇവിടുന്ന് തുടങ്ങാം. എന്തൊരു നീല കളറെന്ന് തന്നെ പറയാം. എന്ത് രസം കാണാൻ. എനിക്ക് നേച്ചറിൻ്റെ എന്താ പറയുക, നേച്ചറിൻ്റെ ഭംഗിയിൽ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവും. ഒപ്പം ഭയങ്കര ഇമോഷൻ വരുന്ന ഒരാളും കേട്ടോ. സൺസെറ്റൊക്കെ കണ്ടാൽ ഞാൻ തീർന്നു, പിന്നെ എനിക്കൊന്നും പറയണ്ട. അപ്പോൾ ഇത് പുറത്തിറങ്ങിയോണ്ട് ഈ കളർ ഇങ്ങോട്ട് കണ്ടപ്പോഴേ എനിക്ക് കണ്ണ് മഞ്ഞച്ചു പോയിന്നോ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വന്നു എന്തൊക്കെയോ പറയാം. ഇവിടെ നമ്മൾ സ്വിസ്സിൽ പോയപ്പോഴും ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ് തോന്നുന്നു. പക്ഷെ ഇവിടെ ആ ഒരു 2 ഷെയ്ഡും കൂടെയുള്ള മിക്സൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനുണ്ടോ? ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പിള്ളേർക്ക് ഈ ചെറിയ കഷ്ണം ടവലൊക്കെ ഇട്ട് കളിക്കാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അമ്മ പറഞ്ഞാട്ടോ ഇത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഹൈഡ്രോഫിൽ ഇങ്ങനെ കളിക്കാൻ കൊടുക്കും. പക്ഷെ നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് മാത്രം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തുണിയും പിള്ളേരും ഒന്നും അത്ര നല്ല കോമ്പിനേഷൻ അല്ല. അങ്ങനെ ഫൈനലി നമുക്ക് റിസോർട്ടിലോട്ട് പോകാനുള്ള സമയമായിട്ടോ. നമ്മൾ വേറെ 2 ഗസ്റ്റിനെയും കൂടെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട്. ഈ കാണുന്നതെല്ലാം ഓരോരോ ഹോട്ടൽസിൻ്റെ യാട്ടാണേ. അപ്പോൾ ഒരു സമയത്ത് എത്തുന്ന ഗസ്റ്റിനെ എല്ലാവരെയും കൂടെ അവർ ഒരുമിച്ചാണ് കൊണ്ടുപോകുക. യാത്ര കഴിഞ്ഞു, ട്രെയിൻ യാത്ര കഴിഞ്ഞു, കാർ യാത്ര കഴിഞ്ഞു. ഇനി അടുത്തത് യാട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. എങ്ങനെയാണടാ നമ്മൾ ആടി കളിക്കുന്നു? വെയിൽ പോകുമ്പോഴല്ലേ നമ്മൾ അറിയാം സൈഡിലാണ്. രസമുണ്ട്. ഞങ്ങള് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വെള്ളത്തിന്റെ കളറല്ലേ.
ഇതിൽ കയറിയതും അമ്മയുടെയും അച്ഛൻ്റെയും വേറൊരു രൂപമായിരുന്നു ഞാനും വിഷ്ണുവും കണ്ടത് കേട്ടോ. ക്യാമറ എടുക്കുന്നു, ചറ ഫോട്ടോ എടുക്കുന്നു, പോസ് ചെയ്യുന്നു. വിഷ്ണു പറയരുത് ഇവർക്ക് ഇത്രയും ഫോട്ടോനോട് താല്പര്യം ഉണ്ടെന്നുള്ളത് വിഷ്ണുവിന് അറിയില്ലായിരുന്നു എന്ന്. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിതേ നമ്മുടെ വില്ല നോട്ടിക്കയിലെത്തി. നമ്മളിവിടെ വില്ല നോട്ടിക്കയിലെത്തി. ഇനി ഒരു ക്വിക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് റൂമിലോട്ട് പോകും. വെയിലിന് കാണുന്ന അത്ര ചൂടില്ല കേട്ടോ. ചൂടത്തുള്ള യാത്രയിൽ കുറച്ച് ടയർഡായിരുന്നെങ്കിലും ഇവിടെ വന്ന് ഈ കടലൊക്കെ കണ്ടപ്പോണ്ടല്ലോ എവിടുന്ന എനർജി വന്നതെന്നറിയില്ല. നമ്മൾ കുറച്ച് ലേറ്റ് ചെക്കിനായിരുന്നു പറഞ്ഞതുപോലെ. നമ്മൾ വേറെ 1-2 പ്രോപ്പർട്ടീസ് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പോകാൻ പറ്റുമോ, അച്ഛനും അമ്മയ്ക്കും ജോയിൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ലാസ്റ്റ് മിനിറ്റ് നടന്നത് കാരണം എല്ലാ പ്രോപ്പർട്ടീസും ഈ പറഞ്ഞതുപോലെ ബുക്കായി പോയി. കാരണം ഇപ്പോൾ സീസൺ ആണല്ലോ. പിന്നെ അവസാനം നോക്കിയാൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിരുന്നു വില്ല നോട്ടിക്ക. ചെക്കിൻ പരിപാടിയൊക്കെ ഏകദേശം തീർന്നു. ഇനി നമുക്ക് ഒരു ലേറ്റ് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എത്താൻ വേണ്ടി 3 മണിയായില്ലേ. ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയായിട്ട് നോക്കാം. അടിപൊളി ഫ്രഷ് ഫ്രം ദ ഗാർഡൻ പോലത്തെ സാലഡ്. നമ്മളെല്ലാവരും ലഞ്ച് കഴിക്കാണ്ട് ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ലഞ്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2:30 വരെയാണ് ആക്ച്വലി ഇവിടെ ബുഫേ ലഞ്ച് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ഇല്ല. പക്ഷെ നമ്മൾ എത്തുന്നുള്ളത് ലേറ്റ് ആയത് കാരണം ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഇവിടെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നമുക്ക് ലേറ്റ് ലഞ്ച് അറേഞ്ച് ചെയ്തതാണ്. അത് കാരണം കഴിക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇത് ഓൾ ഇൻക്ലൂസീവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ തന്നെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ടൈമിംഗ് ഉണ്ട്. വേറെ ടൈമിംഗ് ഇല്ലാതെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പേ ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പേ ചെയ്ത് കഴിച്ചാൽ വേറെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഫ്രഷ് ഫ്രം ദ ഗാർഡനിലുള്ള ഫീലൊക്കെ എനിക്ക് തോന്നിയത്. ഒരു മെയിൻ കോഴ്സ് കൊണ്ടുവരാത്ത കാരണം ഒന്ന് ചെറുതായി നടന്ന് പ്രോപ്പർട്ടി കാണാമെന്ന് വിചാരിച്ചു. ഇത് എത്രയോ ഭയങ്കര എനിക്ക് ഉറപ്പില്ല എത്രയോ ഏക്കേഴ്സല്ലേ പറയണ്ടായിരുന്നത്. റോങ് ആയിട്ടാ നീന്താറിയത്ത് കാരണം നമുക്കത് വിഷയമല്ല. ഒന്നൊരു കോഴ്സ് ചേർന്നായിരുന്നു. ഭയങ്കര കുറ്റബോധം ആലോചിക്കുമ്പോൾ. അത് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നീന്തി എടാ ഞാനും പഠിക്കടോ. എനിക്കന്ന് മറ്റേ സ്വിമ്മിങ്ങിന് വന്നേഷം എനിക്കൊരു ഗുണമുണ്ടായി. ഷവറിൻ്റെ ഇടയിൽ നിൽക്കാൻ പേടിയായി. എത്ര അധികം ചേഞ്ച് വന്നു എനിക്ക്. എന്തായാലും വെള്ളം എന്ന് പറയുന്ന സാധനം ഒരു പേടിയാണ്. അറിയായിരിക്കും കൊള്ളാട്ടോ. അത് ഒരുപാടുണ്ട്. നല്ല കാര്യം പറയാൻ മറന്നു. നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 nights ബീച്ച് വില്ലയും 1 ദിവസം വാട്ടർ വില്ല ആയിരുന്നു. കാരണം വാട്ടർ വില്ലയാണ് കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഒപ്പം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ 3 ദിവസം വാട്ടർ വില്ലയിൽ നിൽക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവായി പോകും. അപ്പോൾ അത് വേണ്ട, എക്സ്പീരിയൻസ് ചെയ്യാൻ 1 night അവിടെ നിൽക്കാം. പിന്നെ ബാക്കി 2 ദിവസം ബീച്ച് വില്ലയിൽ നിൽക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീച്ച് പൂൾ വില്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു വേണ്ട, ബീച്ച് വില്ലയിൽ തന്നെ നിൽക്കാം. കാരണം 2 റൂം അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെയും റൂം ചെയ്യണ്ടേ. അപ്പം ഒന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സർപ്രൈസ്. എന്തായിരുന്നു സർപ്രൈസ്? ബീച്ച് പൂൾ വില്ലയിലേക്ക് 2 ദിവസം അവർ നമുക്ക് അപ്ഗ്രേഡ് തന്നു. ഒപ്പം അവർ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിച്ചു. അച്ഛൻ്റെ November 15th ആണ്, എൻ്റെ November 14th ആണെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസ് ആയിരിക്കുന്നത് പറഞ്ഞു. സർപ്രൈസ് ആയിട്ട് അവർ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല, തന്റെ ഗിഫ്റ്റ് എന്താണ്? ഞാൻ വിട്ടുപോയി. ഇതെന്റെ ഗിഫ്റ്റാണ്. ഇതെന്റെ ഗിഫ്റ്റ് തനിക്കുള്ളത് ഈ ട്രിപ്പ്. മറ്റേത് എന്താണ് പറയൂ, തന്റെ ഗിഫ്റ്റ് എന്താണ്? അത് ഞാൻ കളിപ്പിച്ചത് തന്നെ. ഇത് പറയൂ. ടോപ്പിക് ഒക്കെ മാറ്റാൻ നൈസായിട്ട്. യുവാൻ വന്നതിന് ശേഷമല്ല അമ്മയുടെ ആദ്യത്തെ ബർത്ത്ഡേടാ. തിരിഞ്ഞു കൊണ്ട് നോക്കുള്ളൂ. ശരിക്കും വിഷ്ണുവിന്റെ മോനാന്നുള്ള പ്രൂവ് ചെയ്ത പോലത്തെ നോട്ടായിരുന്നത്. അപ്പൊ വിഷ്ണു എന്നെ ഡിസപ്പോയിന്റ് ചെയ്യരുത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോ. വിഷ്ണു പറയുന്ന കേട്ടോ, വിഷ്ണുവിന്റെ ബർത്ത്ഡേസ് ഞാൻ പൊതുവേ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ ബർത്ത്ഡേസ് പൊതുവേ ഞാൻ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുത്ത് വിഷ്ണു ഞെട്ടാറുണ്ടല്ലോ. അപ്പോൾ വിഷ്ണു എൻ്റെ ബർത്ത്ഡേ വന്നാൽ സ്ട്രെസ്സാണ്. ഒരു ഇവന്റ് മാനേജ്മെന്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സർപ്രൈസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ താൻ ചെയ്യും അങ്ങനെ. ഞാൻ അവർ പോകുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞിരിഞ്ഞ് വരുമായിരുന്നു. അവർ നല്ലൊരു സൺബാത്തൊക്കെ എടുത്തിട്ട് പോവായിരുന്നു. പറയൂ, ചെയ്യോ? ഇവന്റ് മാനേജ്മെന്റ് ഒന്നും കൊടുക്കണ്ട. സാധാരണ എന്നെ കൊണ്ട് കഴിവുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യോ? ഒരു പ്രാവശ്യം ഞാൻ ഒന്നും വേണമെന്നുകൊണ്ട് ഒന്നും ചെയ്തില്ല. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ തമാശ പറയാന്ന്. ഇത്തവണ ഞാൻ വിട്ടു. ഒരിക്കലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇറ്റലി പോയി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല. യുവാൻ അല്ലേ അച്ഛന്റെ ഗിഫ്റ്റ് നീ ക്ലീഷ ഡയലോഗ് ആയിട്ട് ഇറങ്ങിക്കുക. അച്ഛന്റെ ഗിഫ്റ്റ് മറ്റേ ധോണി പറഞ്ഞ പോലെ ഗിഫ്റ്റ് അല്ല, ഇറ്റ്സ് ഹാർഡ് വർക്ക്. അച്ഛൻ ഗിഫ്റ്റ്. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് തൊട്ട് ഗിഫ്റ്റ് ആണ്. നിങ്ങടെ തന്നോളൂ. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ കൈ മരവിച്ചു. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാം.
അങ്ങനെ മെയിൻ കോഴ്സൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില ഭാഗങ്ങളിൽ റെപ്പിറ്റേഷൻ വരുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന്. അത് 100% അംഗീകരിക്കുന്നു കേട്ടോ. എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ്. റിയൽ ലൈഫിലും എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ 1-2 തവണ ചിലപ്പോൾ പറയും. പിന്നെ എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എനിക്കൊരു സ്വഭാവമാണ് എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളല്ലാതെ ആയി പോകും. അപ്പോൾ വലിയ ഉപദ്രവമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആ ഒരു ഇംപെർഫെക്ഷൻസ് ഒക്കെയാണ് നമ്മുടെയൊക്കെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബോറടി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ടേക്ക് കേട്ടോ. കാരണം ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ചെയ്യുമ്പോഴേ എനിക്ക് വീഡിയോയിൽ ഞാനല്ലാതെ പോകുന്ന പോലെ തോന്നുക. അച്ഛൻ ഇഷ്ടപ്പെട്ടോ? അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നപ്പോൾ തന്നെ. അമ്മയും പറയണ്ട ഇഷ്ടപ്പെട്ടു അല്ല അമ്മ? എന്നെ കാണാൻ നല്ല ഉഷാറുണ്ട് ഇപ്പോൾ. നമ്മള് റൂമിൽ പോവാണ് ഇനി. എന്താ ഇതെങ്ങനെ നടന്നങ്ങടെ എത്തുക? നമ്മുടെ ബീച്ച് പൂൾ വില്ല 126 നമുക്കും 127 അച്ഛനും അമ്മയ്ക്കും. നമ്മുടെ പെട്ടിയും പ്രമാണവും ഷോൾഡറും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീച്ച് പൂൾ വില്ല. പുറത്തൊരു ചെറിയ പൂള് വരുന്നുണ്ട്. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റുന്നവർ പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് ഇവിടെ ഇതൊന്ന് മാറ്റാൻ വല്ല വഴി? ഓ അടിപൊളി. ഓ ഇവിടുന്ന് ബീച്ച് എടുക്കാം. ഇഷ്ടപ്പെട്ടോ? സർപ്രൈസ് ആയോ നിങ്ങള്? അച്ഛത്തെ എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ആണോ? അത് കേട്ടാ മതി. ഹലോ, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ആ ഒരു റൂം ഏതാന്നുള്ളതൊന്ന് കാണിച്ചാൽ നമുക്ക് 2 പേർക്കും ഒരേ റൂം തന്നെയാണ്. ബീച്ച് പൂൾ വില്ല. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ അവര് അപ്ഗ്രേഡ് തന്നായിരുന്നു. നമ്മൾ ബീച്ച് വില്ലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് 2 ഡേയ്സിന് നമ്മൾ ഈ ഒരു ബീച്ച് വില്ലയിലാണ്. 3ാമത്തെ ദിവസം നമ്മൾ വാട്ടർ വില്ലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അന്നാണ് എൻ്റെ ബർത്ത്ഡേ അല്ലേ. ഓക്കെ. പിന്നെ ഈ റൂം ടൂർ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ കുറെ റൂം ടൂർ കണ്ടിട്ടുണ്ടായിരിക്കും മാൽദീവ്സില്. ഇഷ്ടം പോലെ ഞാൻ എന്നെ വില്ല നോട്ടിക്കയുടെ വരുന്നതിന്റെ മുന്നേ ഇവിടുത്തെ റൂം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും യുവിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം ട്രാവൽ ചെയ്തൊരു സ്ഥലമാണ്. ഈ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഈ റൂം ടൂർ അതിൽ കടന്നാലായിരിക്കും കൂടുതൽ രസം ഉണ്ടായിരിക്കുക. അപ്പോ ഇവിടെ കയറി വന്ന ഉടനെ നമുക്ക് ഈ ഒരു സൈഡില് ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ആട്ടോ. ഈ ഒരു കോർണറിൽ വരുന്നത് നമ്മുടെ ബാത്ത് ഏരിയയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ബാത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഓർമ്മ ഉണ്ടോ? നമ്മള് ബാത്റൂം റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബാത്ത് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ബാത്ത് ഓൾമോസ്റ്റ് ഓർഡർ കൊടുത്തായിരുന്നു. പിന്നെ പണി തുടങ്ങിയ സമയത്താണ് എല്ലാവർക്കും കൂടെ ഒരു അഭിപ്രായം ഉണ്ടായത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ കോർണേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു സൈഡിൽ നമ്മള് കോർണറിനോട് അടുപ്പിച്ചാണ് അവിടെ ബാത്ത് ഇരിക്കുന്നത്. അപ്പൊ ക്ലീനിങ് കുറച്ചും കൂടെ ഈസി ആവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ വീണു. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഒഴിവാക്കി ഒരു സൈഡ് മാത്രം കേവുള്ള ഒരു ബാത്ടബാണ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഷവർ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഓപ്പൺ ഷവർ ഇത്ര വലിയ ഫാന്റസി ആണോ? ഭയങ്കര ഫാന്റസി തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞോളൂ, ചിലപ്പായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ ഷവർ ഉണ്ട്. പ്രകൃതി കണ്ട്, ആകാശം കണ്ട്, ഇലകൾ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ടവൽസും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാങ്ങേഴ്സും കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ റൂം ആവുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഹാങ് ചെയ്യാനും ടോർച്ച് രാത്രി നടക്കില്ല. ടോർച്ച് ഉണ്ട്. സേഫ് ആണോ ഇവിടെ നമുക്ക് രാത്രി നടക്കാൻ? പ്രോപ്പർട്ടി അകത്ത് അല്ലേ? ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു മിനി ബാർ വരുന്നുണ്ട്. ഇതെല്ലാം ചാർജബിൾ ആണ്. ഇവിടെ ഏതൊക്കെയോ മദ്യങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സും ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്. ഒരു വൈൻ ബോട്ടിൽ ഉണ്ട്. എന്തൊക്കെ ജ്യൂസസ് ഉണ്ട്. പിന്നെ വെള്ളമുണ്ട്. അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ചാർജബിൾ ആണ്. അതെല്ലാ സ്ഥലത്തും അങ്ങനെ എക്സ്ട്രാ പറയുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ടി വി വരുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്. ഇത് യുവിക്ക് വേണ്ടി ഒരു ക്രിബ് തന്നാട്ടോ. ഞാനിപ്പോ ക്രിബിൽ കിടത്താൻ എനിക്ക് ചെറിയൊരു മടി. എനിക്ക് അടുത്ത് കിടന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. വിഷ്ണു ക്രിബിക്ക് മാറ്റണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഇതിന്റെ മുകളിൽ ഒരു വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നല്ലൊരു
കോർണർ കൗച്ച് പോലത്തെ ഒരു സംഗതി ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇവിടെ സിറ്റിംഗ് ഏരിയ. ഇവിടെ നമുക്ക് നല്ല സമ്പാദം കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കൂടുതൽ ക്ഷീണം നമുക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ. ഇത് നമുക്ക് വേണ്ടി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പൂളാണ്. ഞാൻ ആക്ച്വലി നമുക്ക് പ്രൈവറ്റ് പൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഒരു വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നല്ല വലിപ്പമല്ലേ പ്രൈവറ്റ് പൂള്. വേറെ നമ്മൾ 1-2 സ്റ്റേ ഉണ്ടെങ്കിൽ ഇത്ര വലിയൊരു പ്രൈവറ്റ് പൂൾ ആദ്യമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, നമുക്ക് ഇവിടെ നേരെ ബീച്ച് ആക്സസ് ചെയ്യാം. ഇവിടെ ഷവറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നേരെ ബീച്ച് ആക്സസ് ചെയ്യാം. ഇവിടെ നമ്മൾ എത്തുന്നു. അങ്ങോട്ട് പോയി ശരിക്കും അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാം. അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. തൊട്ട് ബാക്കിൽ അമ്മയച്ഛനും. വിഷ്ണു വിഷ്ണു ഇത് അടിപൊളിയായിട്ടോ. വിഷ്ണു വന്നാ ഞെട്ടി അച്ഛനോട് ഒളിച്ചിക്കോ. വിഷ്ണുവിന്റെ റിയാക്ഷൻ ഒന്ന് എടുക്കണം എനിക്ക്. കണ്ടോ ഇപ്പൊ കണ്ടിട്ടില്ല? ഇല്ലല്ല, ഞാൻ അച്ഛൻ മറ്റേ ഷർട്ട് മുണ്ടെടുത്തിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഞെട്ടി തരിച്ചുപോയി. ആണോ? ഞാനിങ്ങനെ നടന്നോ? അച്ഛൻ്റെ വെറും യൂത്ത് ഐക്കളൊക്കെ ആയിട്ട് മറിക്കൊണ്ടിരിക്കുക. യുവിനെ നമ്മളൊന്ന് കുളിപ്പിച്ചു. ബാത്ത് ടബിൽ ഇരുത്തിയിട്ടാണ് കുളിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുക. നമുക്കിങ്ങോട്ട് ഇറങ്ങിയാൽ തന്നെ നമുക്കിവിടെ സൺസെറ്റാണ്. അപ്പോൾ ഞാനൊന്ന് സൺസെറ്റ് കണ്ട് തിരിച്ചു വരാം. വിഷ്ണുവിന് സൺസെറ്റ് അങ്ങനെ വലിയ എക്സൈറ്റ് ചെയ്യുന്ന കാര്യമൊന്നും അല്ലാത്ത കാരണം വിഷ്ണു യുവിയും കൂടെ റൂമിൽ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അതേ ഇവിടെ ബീച്ചിൽ വന്നപ്പോൾ ഒക്കെ അമ്മയും അച്ഛനും ഇവിടെ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്ത് സൺസെറ്റൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്ര ഭാഗ്യം ഉണ്ടായിരുന്നില്ല, കാരണം സൺസെറ്റ് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ ഈ ഒരു സ്കൈലിനെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് ഈ ഒരു ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. അതായിരുന്നു ഏറ്റവും രസമുള്ള കാര്യം. ഞാനും അമ്മയും അച്ഛനും മാത്രം ഇവിടെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിരുന്നു. രാത്രി ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ മാൽദീവ്സിലെ വിശേഷങ്ങളായിട്ട് നാളെ തന്നെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. ശരിക്കും നാളെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ബൈ.